Dear students, welcome to Learner's World. In this video, I'm going to talk about a short story, Draupadi by Maheshwara Devi, FIUGP, BA English, Reading Fiction, second semester, Calcutta University. Maheshwara Devi was a renowned Indian author, playwright, and activist. She devoted her life for the rights and empowerment of the tribal people of West Bengal, Bihar, Madhya Pradesh, and Chhattisgarh. മഹേശ്വര ദേവി ഒരു ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ എഴുത്തുകാരിയാണ്, അതുപോലെ പ്ലേ റൈറ്റാണ്, ആക്ടിവിസ്റ്റാണ്. അവരുടെ ജീവിതം അവർ നയിച്ചിരുന്നത് ട്രൈബൽ പീപ്പിൾ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഇവിടേക്കുള്ള ട്രൈബൽ പീപ്പിളിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ എംപവർമെൻറ്റ്, അവരുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടൊക്കെ വോയിസ് ഉയർത്തിയ ഒരാളായിരുന്നു മഹേശ്വര ദേവി. അപ്പോൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടായിരുന്നു മഹേശ്വര ദേവിയുടെ ലൈഫിനെ ഡിവോട്ട് ചെയ്തിരുന്നത്. Her writing focused on marginalized communities and addressed themes of oppression, identity and resistance. അപ്പോൾ അവരുടെ എഴുത്തുകൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിനെയായിരുന്നു, അതായത് സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ആളുകളെ ആയിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. അതുപോലെ അവരുടെ എഴുത്തുകളിൽ ഒപ്രഷൻ, അടിച്ചമർത്തലുകൾ, ഐഡൻറ്റിറ്റി, റെസിസ്റ്റൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. Then a summary of Draupadi, published in the collection Best Stories in 1997. അപ്പോൾ 1997 ഒരു കളക്ഷൻ ഓഫ് സ്റ്റോറീസാണ് ബെസ്റ്റ് സ്റ്റോറീസ് എന്ന് പറയുന്നത്. അതിലാണ് ദ്രൗപദി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റോറി പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ദ സ്റ്റോറി എ പവർഫുൾ റീഇമാജിനിങ് ഓഫ് ദ ക്യാരക്ടർ ഫ്രം ദ മഹാഭാരത. അപ്പോൾ മഹാഭാരതത്തിലെ ക്യാരക്ടറിൻ്റെ ഒരു റീഇമാജിനിങ് നടത്തിയിരിക്കുകയാണ് ഈ ഒരു ദ്രൗപദി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിയിലൂടെ. ഫോക്കസസ് ഓൺ ദ പ്ലൈറ്റ് ഓഫ് ട്രൈബൽ വുമൻ നെയ്മഡ് ദ്രൗപദി ഹൂ ഈസ് സബ്ജക്റ്റഡ് ടു ബ്രൂട്ടൽ വയലൻസ് അറ്റ് ഹാൻഡ്സ് ഓഫ് അതോറിറ്റീസ്. അപ്പോൾ ഇതിലെ ഒരു സെൻട്രൽ ക്യാരക്ടറാണ് ഒരു ട്രൈബൽ വുമൻ ദ്രൗപദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ. അവർ ബ്രൂട്ടലി അവർ റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട് അതോറിറ്റീസിൻ്റെ കൈകൾ കൊണ്ട്. ട്രാൻസ്ലേറ്റഡ് ബൈ ഗായത്രി സ്പിവാക്കാണത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ഷോർട്ട് സ്റ്റോറി. ദ്രൗപദി ഈസ് എ സിംബൽ ഓഫ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ഒപ്രസീവ് ഫോഴ്സസ് ദാറ്റ് എക്സ്പ്ലോയിറ്റ് ആൻഡ് ബ്രൂട്ടലൈസ് ഹർ കമ്മ്യൂണിറ്റി. ദ്രൗപദി ഒരു സിമ്പിൾ ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതായത് ഒപ്രസീവ് ഫോഴ്സസ്, അതായത് അവരുടെ ഒരു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ്. അപ്പോൾ അവരെ അതോറിറ്റീസ് എന്ത് ചെയ്യും? ഒപ്രസ് ചെയ്യും, അടിച്ചമർത്താൻ ശ്രമിക്കും. അപ്പം അതുപോലെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ക്രൂരതകൾ അവർ ചെയ്യും, അവരെ ചൂഷണം ചെയ്യാനൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എതിരെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് സിംബലൈസ് ചെയ്യുന്ന ഒരാൾ ആണ് ദ്രൗപദി എന്ന് പറയുന്നത്. സ്റ്റോറി ബിഗിൻസ് വിത്ത് ദ ക്യാരക്ടർ ദ്രൗപദി മെഹജൻ, എ 27 years old tribal woman from West Bengal. അപ്പോൾ ഈ ഒരു സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് ദ്രൗപദി മെഹജൻ 27 years old ആയിട്ടുള്ള ഒരു ട്രൈബൽ വുമൺ ആണ്, വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള. ഹർ ഹസ്ബൻഡ് നെയിം ഈസ് ദുൽനാമജി. When Draupadi was born, her mother used to do work of cleaning rice at Surja Sahu's home. അങ്ങനെ ദ്രൗപദിനെ ഇതൊരു ഷോർട്ട് ഫോമായിട്ട് ദ്രൗപദി എന്ന് വിളിക്കുന്നുണ്ട്. ദ്രൗപദി എന്ന് വിളിക്കുന്നുണ്ട്. ദ്രൗപദി ബോൺ ചെയ്ത സമയത്ത് അവളുടെ അമ്മ സുജ സാഹുവിൻ്റെ വീട്ടിൽ റൈസ് അരി കഴുകുകയായിരുന്നു എന്നാണ് പറയുന്നത്. സുജ സാഹു ഇസ് എ റിച്ച് ലാൻഡ് ലോഡ് ഓഫ് വില്ലേജ് ബക്കുലി. അപ്പോൾ ബക്കുലി വില്ലേജിലുള്ള ഒരു റിച്ച് ലാൻഡ് ലോഡാണ് സുർജ സാഹു എന്ന് പറയുന്നത്. ദ്രൗപദി വാസ് നെയ്മഡ് ബൈ സുർജ സാഹുസ് വൈഫ്. സുർജ സാഹുവിൻ്റെ ഭാര്യയാണ് ദ്രൗപദിക്ക് ആ ഒരു പേര് നൽകിയിട്ടുള്ളത്. ആഫ്റ്റർ മാരേജ് ദ്രൗപദി ലിവ്സ് വിത്ത് ഹർ ഹസ്ബൻഡ് ദുൽനാമൻജി. അപ്പോൾ ആഫ്റ്റർ മാരേജ് ദ്രൗപദി തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ദുൽനാമൻജിൻ്റെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. ദുൽനാമൻജീസ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ബോറോഡ് റൈസ് ഫ്രം സുർജ സാഹു ഡ്യൂ ടു വിച്ച് ദുൽന ഈസ് വർക്കിംഗ് അറ്റ് സാഹുസ് ഹോം ആൻഡ് പേയിങ് ഓഫ് ഡെപ്റ്റ്. ദുൽനാമൻജിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തിരുന്നു? സുർജ സാഹുവിൻ്റെ അടുത്ത് നിന്ന് റൈസ് ബോറോ ചെയ്തിരുന്നു, കടം വാങ്ങിച്ചിരുന്നു. ആ സമയത്ത്, അതായത് ദുൽന
ആ സമയത്ത് അവിടെ വർക്ക് ചെയ്തിരുന്നു സാഹു സോമിൽ. സുർജ ഡസൻ പേ എനി മണി ടു ദുൽന. അങ്ങനെ സുർജ സാഹു എന്ത് ചെയ്തിരുന്നു, ദുൽനയ്ക്ക് ഒരു പണമായിട്ടൊന്നും കൊടുത്തിരുന്നില്ല. സുജ ഹാസ് ബാഡ് ഇൻറ്റൻഷൻ ഫോർ ദോപ്പൈ ആൻഡ് ഹി വാണ്ട് ടു കം ഇൻ ഫിസിക്കൽ റിലേഷൻ വിത്ത് ഹെർ. സുജയ്ക്ക് ദുൽനയുടെ വൈഫായിട്ടുള്ള ദോപ്പയുമായിട്ട് ഒരു ബാഡ് ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. ഇൻറ്റൻഷൻ ഇതായിരുന്നു, അതായത് ആവശ്യപ്പെട്ടത് ഇതായിരുന്നു, ദോപ്പയുമായിട്ടൊരു ഫിസിക്കൽ റിലേഷൻ ആയിരുന്നു. വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ വാട്ടർ ഷോർട്ടേജ് ഇൻ വില്ലേജ് ആസ് എ റിസൾട്ട് ഓഫ് ലോവർ കാസ്റ്റ് പീപ്പിൾ ഫേസ്ഡ് മെനി പ്രോബ്ലംസ്. ഒരിക്കൽ അവരുടെ വില്ലേജിൽ വാട്ടർ സ്കാർസിറ്റി വന്നു, അതായത് വരൾച്ച ഉണ്ടായി, വെള്ളമൊക്കെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ആളുകൾ അതുമൂലം ഒരുപാട്, ഈ ലോവർ കാസ്റ്റിലുള്ള ആളുകൾ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ദർ വാസ് നോ വാട്ടർ ഇൻ വില്ലേജ്. അവിടെ വില്ലേജിൽ വെള്ളമില്ലാത്തൊരവസ്ഥയായിരുന്നു. ദ ലോവർ കാസ്റ്റ് പീപ്പിൾ ഗോസ് ടു സുർജ സാഹൂസ് ഹോം ഫോർ വാട്ടർ ബട്ട് ഹി ഡിനൈഡ് ടു ഗിവ് ദം വാട്ടർ. അങ്ങനെ ലോവർ കാസ്റ്റിലുള്ള ആളുകൾ എന്ത് ചെയ്തു, സുർജ സാഹുവിൻ്റെ വീട്ടിലേക്ക് പോയി വെള്ളത്തിന് വേണ്ടിയിട്ട്. പക്ഷേ സുർജ സാഹു അവർക്ക് വെള്ളം നിഷേധിച്ചു. Thereafter, lower caste people revolt against Surja Sahu and surround him, his home from all sides. അതിൻ്റെ ഒരു പരിണിതഫലം എന്നുള്ള നിലയ്ക്ക് ഈ ലോവർ കാസ്റ്റ് പീപ്പിൾ എന്ത് ചെയ്തു, ഈ ഒരു സുർജ സാഹുവിന് എതിരെ അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവർ ആ വീടിന് ചുറ്റും അവർ വട്ടം കൂടി നിന്നു. Sahu gets angry and comes out with gun in hand to fight with them, but tribals captured him and tied him with a tree. അങ്ങനെ സുർജ സാഹു ദേഷ്യത്തോടു കൂടെ പുറത്തേക്ക് വന്ന് ഒരു ഗണ്ണും കൊണ്ടാണ് വരുന്നത് ഈ ട്രൈബൽസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിന് മുന്നേ തന്നെ ട്രൈബൽസ് എന്ത് ചെയ്തു, ഈ ഒരു സുർജ സാഹുവിനെ ഒരു മരത്തിൽ കെട്ടിയിട്ടു എന്നാണ് പറയുന്നത്. ദുൽന കംസ് ഫോർവേഡ് ആൻഡ് ആസ്ക് ഹിസ് വില്ലേജർ ബ്രദർ ടു ലെറ്റ് ഹിം ഡീൽ വിത്ത് സാഹു. അങ്ങനെ ദുൽന മുന്നോട്ട് വന്നിട്ട് ആ വില്ലേജ് അതിലുള്ള വില്ലേജ് ബ്രദറിനോട് ചോദിക്കുന്നുണ്ട്, എന്നെ അനുവദിക്കൂ, സുർജ സാഹുവിനെ ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. ഓൾ ദീസ് ദോപ്പടി ടെൽസ് ദാറ്റ് ഹി ഓൾസോ ലുക്ക് അറ്റ് ഹർ വിത്ത് ബാഡ് ഇൻറ്റൻഷൻ. അതേസമയം തന്നെ ദ്രൗപദി ദുൽനനോട് പറയുന്നുണ്ട്, സുർജ സാഹു എന്നെ ഒരു ബാഡ് ഇൻറ്റൻഷനിലാണ് നോക്കുന്നത് എന്ന്. ദുൽന വാണ്ട്സ് ടു ടേക്ക് റിവെഞ്ച് ഫ്രം സാഹു ഫോർ ഗ്രാൻഡ് ഫാദർ ആൻഡ് വൈഫ്. അപ്പോൾ ഗ്രാൻഡ് ഫാദറിനും വൈഫിനൊക്കെ വേണ്ടിയിട്ട് ദുൽന എന്ത് ചെയ്യാണ്, സുർജ സാഹുവിനോട് റിവെഞ്ച് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആഫ്റ്റർവേർഡ്സ് ഫ്യൂ ട്രൈബൽസ് കിൽ സാഹു ആൻഡ് ഹിസ് സൺ ആൻഡ് റൺ അവേ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറച്ച് ട്രൈബൽസ് സുർജ സാഹുവിനെ എന്ത് ചെയ്തു, സുർജ സാഹുവിനെയും സാഹുവിൻ്റെ മകനെയും കില്ല് ചെയ്തു, എന്നിട്ട് അവർ ഓടിപ്പോയി. ബട്ട് പീപ്പിൾ ബ്ലെയിം ദുൽന ആൻഡ് ഹിസ് വൈഫ് ദോപ്പഡൈ ഫോർ ദ മർഡർ ഓഫ് സാഹു ആൻഡ് ഹിസ് സൺ. പക്ഷെ അവിടുത്തെ ആളുകൾ ബ്ലെയിം ചെയ്തത്, കുറ്റക്കാരാക്കിയത് ദുൽനയെയും ദുൽനേൻ്റെ വൈഫായിട്ടുള്ള ദോപ്പഡിനെ ആയിരുന്നു. സാഹുവിനെയും സാഹുവിൻ്റെ മകനെയും കില്ല് ചെയ്തത്, മർഡർ ചെയ്തത് എന്നുള്ള നിലക്ക്. ദ വില്ലേജ് പോലീസ് സ്റ്റാർട്ട്സ് ലുക്കിംഗ് ഫോർ ദോപ്പഡി ആൻഡ് ദുൽന ഓൺ ദ അലിഗേഷൻ ഓഫ് കില്ലിങ് സാഹു ആൻഡ് ഹിസ് സൺ. അങ്ങനെ വില്ലേജ് പോലീസ് ദോപ്പഡിനും അവളുടെ ഹസ്ബൻഡായിട്ടുള്ള ദുൽനയും സാഹുവിനെ കില്ല് ചെയ്തതിൽ കുറ്റക്കാരാക്കി. അങ്ങനെ അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ദ പോലീസ് ഓഫീസേഴ്സ് ലുക്ക് ഫോർ ദോപ്പഡി എവറിവെയർ ബട്ട് ഡസ് നോട്ട് ഏബിൾ ടു ഫൈൻഡ് ഹെർ. അങ്ങനെ അവരെ എല്ലായിടത്തും നോക്കി, പക്ഷെ അവരെ എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സോ പോലീസ് ഓഫീസർ അനൗൺസ്ഡ് ദാറ്റ് ഹൂഎവർ ഹെൽപ്പ് ദം ഇൻ ക്യാഷിങ് ദോപ്പഡി വിൽ ഗെറ്റ് എ റിവാർഡ് ഓഫ് 100 rupees. അങ്ങനെ പോലീസ് ഓഫീസർ അനൗൺസ് ചെയ്യാണ്, ആരാണോ ഇവരെ പിടിച്ചു തരുന്നത് അവർക്ക് 100 rupees റിവാർഡായിട്ട് നൽകും. ടു പ്രൊട്ടക്ട് ദംസെൽഫ് ഫ്രം പോലീസ് ദോപ്പഡി ആൻഡ് ദുൽന റൺ അവേ ഇൻ ബംഗാൾ ജംഗിൾ. അങ്ങനെ പോലീസിൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ ബംഗാൾ ജംഗിളിലേക്ക് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. ദുൽന ആൻഡ് ദോപ്പഡി ആർ വെൽ അക്വൈൻറ്റഡ് വിത്ത് ജംഗിൾസ് സോ ദ പോലീസ് ഓഫീസേഴ്സ് ക്യാനോട്ട് ഫൈൻഡ് ദം. അതായത് ദുൽനയ്ക്കും ദോപ്പഡിക്കും ആ ഒരു ബംഗാൾ ജംഗിളിൽ നല്ല അറിവുണ്ട്, അവിടെ നല്ല പരിചിതമാണ്. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും പോലീസ് ഓഫീസേഴ്സിന് പിടിക്കാൻ കഴിയില്ല.
The operation is carried out for the search of Dopade and Tulna by name Operation Forest. അങ്ങനെ അവർ പിടിക്കാനുള്ള ഓപ്പറേഷനൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. ഒരു ഓപ്പറേഷൻ ഫോറസ്റ്റിൻ്റെ പേരിലാണ് അവിടെ നടക്കുന്നത്. The story now features new character Arjun Singh, a Bengali commander who is assigned to Operation Forest to catch Dopade and Tulna. അങ്ങനെ ഒരു പുതിയ ക്യാരക്ടർ ഇതിലേക്ക് വരുന്നുണ്ട് ഈ സ്റ്റോറിയിലേക്ക്. അർജുൻ സിംഗ് ഒരു ബംഗാളി കമാൻഡറാണ്. അപ്പോൾ ഈ അർജുൻ സിംഗിനെയാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത് ഈ ഒരു ഓപ്പറേഷൻ ഫോറസ്റ്റ് ഈ ഒരു ഓപ്പറേഷൻ നടത്താൻ, ദ്രൗപദിനെയും ദുല്യനെയും പിടിക്കാൻ വേണ്ടിയിട്ട് ജംഗിളിൽ. Arjun Singh ordered his officers to be stationed in place where there is water as they would come out from jungle to drink water for sure. അപ്പോൾ ഈ അർജുൻ സിംഗ് ബാക്കിയുള്ള ഓഫീസേഴ്സിന് ഓർഡർ നൽകുകയാണ്. അതായത് അവർ വെള്ളം കുടിക്കാൻ എന്തായാലും വരും കാട്ടിൽ നിന്ന്. അപ്പോൾ അവിടെ നിങ്ങൾ സൂക്ഷിക്കുക, അവരങ്ങോട്ട് വരുമ്പോൾ അവരെ പിടിക്കുക എന്ന് പറയുന്നുണ്ട്. വൺ ഡേ ദുൽന വാസ് ഡ്രിങ്കിങ് വാട്ടർ ഫ്രം റിവർ ആൻഡ് ഓഫീസർ നെയ്മഡ് ദുക്കി സിംഗ് സോ ഹിം ആൻഡ് ഷോട്ട് ഹിം ഡെഡ്. അങ്ങനെ ഒരിക്കൽ ദുൽന അവിടെ വെള്ളം കുടിക്കാൻ വരുന്നുണ്ട്. ആ സമയത്ത് ഓഫീസറായിട്ടുള്ള ദുക്കി സിംഗ് അവനെ കാണുകയും അവനെ ഷൂട്ട് ചെയ്യുകയും അങ്ങനെ ദുൽന മരണപ്പെടുകയും ചെയ്തു. When they goes near to see him, he was Dulna Maji only. അപ്പോൾ അവർ നോക്കിയ സമയത്ത് അവിടെ ദുൽന മാജി മാത്രമേ ഉള്ളൂ. അർജുൻ സിംഗ് ഓർഡർഡ് നോട്ട് ടു ടച്ച് ദുൽനാസ് ഡെഡ് ബോഡി ആസ് വിത്ത് ഹിസ് ഡെഡ് ബോഡി ദേ ക്യാൻ ക്യാച്ച് ദ്രൗപദി. അപ്പോൾ അർജുൻ സിംഗ് ഓർഡർ നൽകുകയാണ് ഓഫീസേഴ്സിന്, ഒരിക്കലും ദുൽനയുടെ ബോഡിയിൽ നിങ്ങൾ ടച്ച് ചെയ്യരുത്, അവൻ്റെ ബോഡി അവിടെ നിന്ന് മാറ്റരുത്. കാരണം അവൻ്റെ ബോഡി അവിടെ ഉണ്ടെങ്കിൽ ആര് വരും? ദ്രൗപദി വരും. അങ്ങനെ ദ്രൗപദിയെ നമുക്ക് പിടികൂടാൻ കഴിയും. Draupadi loved her husband with all her heart. She wants to go near Dulna's body, but she knows if she goes near ഹിസ് ബോഡി ഓഫീസേഴ്സ് വുഡ് ക്യാച്ച് ഹർ. അങ്ങനെ ദ്രൗപദിക്ക് ഹസ്ബൻഡിന് വലിയ സ്നേഹമൊക്കെ ആയിരുന്നു. പക്ഷേ അവൾക്കറിയാം ഹസ്ബൻഡിൻ്റെ ബോഡിൻ്റെ അടുത്തേക്ക് അവൾ പോയി കഴിഞ്ഞാൽ അവളെ ഓഫീസേഴ്സ് പിടിക്കും എന്ന് അവൾക്കറിയാം. സോ നോ വൺ ഫ്രം ട്രൈബൽ ഗ്രൂപ്പ് ഗോസ് ടു ടേക്ക് ദുൽനാസ് ബോഡി. അങ്ങനെ ആരും ദുൽനയുടെ ബോഡി ഏറ്റെടുക്കാൻ ആരും വന്നില്ല. ആസ് ദ ഡേ പാസസ് അർജുൻ സിംഗ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ്രൗപദി വോണ്ട് കം ടു ടേക്ക് Dulna's body, so he orders his officers to drag his body in village. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. അർജുൻ സിംഗ് മനസ്സിലായി ദ്രൗപദി ഒരിക്കലും വരില്ല, ദുൽനയുടെ ബോഡിയുടെ അടുത്തേക്ക് വരില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഓഫീസേഴ്സിന് ഓർഡർ നൽകുകയാണ് ദുൽനയുടെ ബോഡി വില്ലേജിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ. ദ്രൗപദി ഈസ് വാണ്ടറിങ് അലോൺ ഇൻ ജംഗിൾ ആൻഡ് ഷീ ഓൺലി ഹാസ് റോ റൈസ് ടു ഈറ്റ്. അങ്ങനെ ദ്രൗപദി ഇങ്ങനെ ആ ഒരു കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അവളുടെ കയ്യിൽ കുറച്ച് റൈസ് മാത്രമേ ഉള്ളൂ കഴിക്കാൻ. വൺ ഡേ ദ്രൗപദി വാസ് പാസിങ് റിവർ ടു ഗോ ഇൻ ജംഗിൾ. ദെൻ സമൺ കോൾസ് ഹർ ഫ്രം ബിഹൈൻഡ് ആൻഡ് ഷീ ടേൺസ് ടു സീ ദാറ്റ് വാസ് സൂജ സാഹുസ് ബ്രദർ റൊട്ടോണി സാഹു. അങ്ങനെ ഒരിക്കൽ ദ്രൗപദി റിവറിലൂടെ കാട്ടിലേക്ക് പാസ് ചെയ്യായിരുന്നു. ആ സമയത്താണ് പിറകുന്ന ഒരാൾ വിളിക്കുന്നത്. അത് സുർജ സാഹുവിൻ്റെ ബ്രദറായിട്ടുള്ള റൊട്ടോണി സാഹു ആയിരുന്നു. ദ്രൗപദി ട്രൈസ് ടു എസ്കേപ്പ് ഫ്രം റൊട്ടോണി ബട്ട് ഹിസ് ഓഫീസേഴ്സ് ക്യാച്ചർ. അങ്ങനെ ദ്രൗപദി എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഓഫീസേഴ്സ് പിടിച്ചു. ആഫ്റ്റർ ക്യാപ്ചറിങ് ദ്രൗപദി ദേ ടേക്ക് ഹർ ടു ക്യാമ്പ് വേർ ദേ ഇൻട്രോഗേറ്റ് ഹർ ഫോർ ഹവേഴ്സ്. അങ്ങനെ അവളെ പിടിച്ചിട്ട് അവർ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി അവിടെ മണിക്കൂറുകളോളം അവളെ ചോദ്യം ചെയ്തു. ഇൻ ക്യാമ്പ് ദർ വർ അറൗണ്ട് മോർ ദാൻ 100 പീപ്പിൾസ് ആൻഡ് ദ്രൗപദി വാസ് ഓൺലി ഫീമെയിൽ എമംഗ് ദം. അങ്ങനെ ക്യാമ്പിൽ അവൾ മാത്രമേ ഒരു വുമണായിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി 100 ആളുകൾ ഓഫീസേഴ്സായിരുന്നു. അർജുൻ സിംഗ് ഓർഡർ ഹിസ് 100 ഓഫീസേഴ്സ് ടു ടോർച്ചർ ഹർ ആൻഡ് റേപ്പ് ഹർ. അങ്ങനെ അർജുൻ സിംഗ് ഓർഡർ കൊടുക്കുകയാണ് ഈ ഒരു 100 ഓഫീസേഴ്സ് അവളെ ടോർച്ചർ ചെയ്യുക, അവളെ റേപ്പ് ചെയ്ത് ടോർച്ചർ ചെയ്യാൻ ഓർഡർ കൊടുക്കുകയാണ്. ആഫ്റ്റർ വാർഡ്സ് കമാൻഡേഴ്സ് ഓഫീസേഴ്സ് റേപ്പ് ആൻഡ് ടോർച്ചർ ഹർ 1 by 1. അങ്ങനെ ഈ ഒരു 100 ഓഫീസേഴ്സ് എന്ത് ചെയ്തു? അവളെ റേപ്പ് ചെയ്തു, അങ്ങനെ അവളെ ടോർച്ചർ ചെയ്യുകയാണ്. ആൻഡ് ദ്രൗപദി കംസ് ഇൻ ടു കോൺഷ്യസ്നെസ്, ഷീ ഫൈൻഡ് ഹെർസെൽഫ് നേക്കഡ്. അങ്ങനെ ദ്രൗപദി ബോധമൊക്കെ നഷ്ടപ്പെട്ടു. അവൾ ആ ഒരു ബോധത്തിലേക്ക് വന്ന സമയത്ത് അവളാകെ റേപ്പ് ചെയ്തിട്ടുണ്ട്, ബ്ലീഡായിട്ടുണ്ട്. Draupadi realizes that her every single part of body is bleeding. The next day, Draupadi was taken to Arjun Singh by his officers. അങ്ങനെ പിറ്റേ ദിവസം ദ്രൗപദീനെ അർജുൻ സിംഗിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ബാക്കിയുള്ള ഓഫീസേഴ്സ്. അവളാകെ ഒരു വല്ലാത്തൊരു ടോർച്ചർ നടന്ന അതിനുശേഷമുള്ള ഒരു അവസ്ഥയിലാണ്. ആകെ ബ്ലീഡായിട്ടുണ്ട്, അവളുടെ ഓരോ ബോഡി പാർട്സും
ആകെ ഡാമേജ്ഡായി ആകെ മുറിവ് പറ്റിയൊരവസ്ഥയിലാണ് അവൾ. അങ്ങനെ അവൾ അർജുൻ സിംഗിൻ്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോവുകയാണ്. ദ്രൗപദി സ്റ്റാൻഡ്സ് ബ്രേവ്ലി ഇൻ ഫ്രണ്ട് ഓഫ് അർജുൻ സിംഗ്. അങ്ങനെ അവളൊരു ധീര വനിതയായിട്ട് അർജുൻ സിംഗിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അവൾക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല. അവൾ ഒരു ലോകത്തൊരു സ്ത്രീയും അനുഭവിക്കാത്ത അത്രയധികം ടോർച്ചർ അവൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അർജുൻ ഈസ് ഷോക്ക് ടു സീ ദ്രൗപദി. അങ്ങനെ അർജുന് ദ്രൗപദീനെ കണ്ട സമയത്ത് അവളാകെ ഷോക്ക്ഡായി. അവൾ ഫുൾ നേക്കഡായിട്ടാണ് അർജുൻ സിംഗിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. വളരെ ബ്രൈവായിട്ടുള്ളൊരു ലേഡിയായിട്ട്, വളരെ ധീരയായിട്ടുള്ള ഒരു വനിതയായിട്ട്. അതായത് ഇത്രയും ടോർച്ചർ അവൾ ഫേസ് ചെയ്തിട്ടും അവളുടെ ആ ഒരു ധീരത അവൾ കൈവെടിഞ്ഞില്ല. Draupadi goes to Arjun and starts smiling in front of him. You told all your officers to rape me. Don't you want to see what they did to me? അപ്പോൾ ദ്രൗപദി അർജുൻ്റെ നേരെ നിന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ എന്നെ ഈ ഒരു 100 ഓഫീസേഴ്സിന് റേപ്പ് ചെയ്യാൻ വിട്ടുകൊടുത്തു. അവരെന്താ ചെയ്തത് നിങ്ങൾക്ക് കാണണ്ടേ എന്ന് ചോദിച്ച് അവൾ നേക്കഡായിട്ട് നിൽക്കുകയാണ്. ആകെ ബ്ലീഡായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അത് എൻഡ് ഓഫ് സ്റ്റോറി ഷീ സ്പിറ്റ്സ് ഓൺ അർജുൻ സിംഗ്. അങ്ങനെ സ്റ്റോറിയുടെ എൻഡിൽ അവൾ അർജുൻ സിംഗിനെ സ്പിറ്റ് ചെയ്യുന്നുണ്ട്. ഷീ ടോൾഡ് ഓൾ ഓഫ് ദെം ദേ ആർ ഓൾ കവേർഡ് ആൻഡ് ഷീ ഈസ് നോട്ട് സ്കെയർഡ് ഓഫ് ദെം. അങ്ങനെ അവൾ എല്ലാവരോടുമായിട്ട് പറയുകയാണ്, നിങ്ങളെല്ലാവരും ഭീരുക്കളാണ്, എനിക്ക് നിങ്ങളൊന്നും പേടിയില്ല എന്ന് പറയുന്നുണ്ട്. She goes near to Arjun and push him with her body which makes him frightened. അങ്ങനെ അവൾ അർജുൻ്റെ നേരെ തിരിയാണ്. എന്നിട്ട് അവളുടെ ബോഡി കൊണ്ട് അവനെ പുഷ് ചെയ്യാൻ, അവനെ തള്ളാൻ ശ്രമിക്കാൻ, അവളുടെ ബോഡി ഒരു വെപ്പണായിട്ട് എടുക്കുകയാണ് അവൾ ചെയ്യുന്നത്. അവൾക്ക് എതിരെ നടത്തിയിട്ടുള്ള ഒരു അനീതിക്കുള്ള ഒരു വെപ്പണായിട്ട് അവളുടെ ബോഡിയെ കൺസിഡർ ചെയ്യുകയാണ്. ഇത് കാണുമ്പോൾ അർജുൻ സിംഗ് പേടിക്കുകയാണ് ചെയ്യുന്നത്. Then themes of the story. Draupadi's character embodies the spirit of resistance against oppressive forces. അപ്പോൾ ഈ ഒരു അടിച്ചമർത്തിയിട്ടുള്ള ഈ ഒരു ഫോഴ്സസിനെതിരെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുകയാണ് ഈ ഒരു ദ്രൗപദി ക്യാരക്ടർ എന്ന് പറയുന്നത്. അതൊരു തീമാണ്. അതുപോലെ ദ സ്റ്റോറി ഹൈലൈറ്റ്സ് ദ സ്ട്രഗിൾസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഫേസ്ഡ് ബൈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് നേരിടേണ്ടി വരുന്ന എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണങ്ങൾ, സ്ട്രഗിൾസ്, ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഇതിലെ അനദർ തീമായിട്ട് വരുന്നത്. ദ സ്റ്റോറി ക്രിട്ടിക്സ് ദ patriarchal സൊസൈറ്റി ആൻഡ് വയലൻസ് ഇൻഫ്ലിക്റ്റഡ് അപ്പോൺ വിമൻ, പെർട്ടിക്കുലർലി ദോസ് ഫ്രം മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. അതുപോലെ ഈ ഒരു സ്റ്റോറി വിമർശനം നടത്തുന്നുണ്ട്. അതായത് മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റീനെ, മെയിൽ ഷോവനിസ്റ്റിനെ, പുരുഷാധിപത്യ സമൂഹത്തെ ഇത് വിമർശിക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾക്കെതിരെ അവർ നടത്തുന്ന ഈ ഒരു വയലൻസിനെതിരെ വിമർശനം നടത്തുന്നുണ്ട്. അതായത് പെർട്ടിക്കുലർലി മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, അതായത് സമൂഹത്തിൽ താഴെക്കിടയിലുള്ള ഒരുപാട് ട്രൈബൽ വിമനെതിരെയാണ് ഇങ്ങനെയുള്ള വയലൻസുകളൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ വിമർശിക്കുന്ന ഒരു സ്റ്റോറി കൂടിയാണ് ഇത്, ഈ ഒരു ദ്രൗപദി.